ഇടുക്കി എഴുക്കും വയലിൽ മാതാപിതാക്കളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വൈകും. ലഹരിക്കടിമയായ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതി ഇപ്പോഴും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. പിശാചുകളിൽ നിന്ന് മോചിപ്പിച്ച് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് അയച്ചു എന്നാണ് പ്രതി കൊലപാതക ദിവസം പറഞ്ഞത്. എഴുകുംവയൽ സ്വദേശി ആന്റണിയും ഭാര്യ വത്സയുമാണ് കൊല്ലപ്പെട്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, തെളിവെടുപ്പിന് വേണ്ടി വന്നപ്പോൾ പോലും അമ്മയെ അന്വേഷിച്ചു എന്നതാണ് പോലീസുകാരുടെ മുന്നിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ യാതൊരു തരത്തിലും ഇതിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ കഴിയുന്ന മാനസികമായ സാഹചര്യം ഈ പ്രതിക്കില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതെ മാധു, അതായത് ഈ കൃത്യം നടത്തിയ അന്നു മുതൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിയായിട്ടുള്ള അജീഷ് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെയും ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നാണ് നെടുങ്കണ്ടം പോലീസ് പറയുന്നത്. ഈ കൃത്യം നടത്തിയിട്ട് ഇപ്പോൾ 3-4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്ന യാതൊന്നും തന്നെ പ്രതിയായിട്ടുള്ള അജീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതേ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിൽ ഇപ്പോൾ അജീഷിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകിയ ശേഷം മാത്രമേ ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടക്കാനാകൂ എന്നാണ് പോലീസ് ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നത്. അന്ന് ഈ തെളിവെടുപ്പിനെത്തിയപ്പോൾ പ്രതി പറഞ്ഞ കാര്യം പിശാചുകളിൽ നിന്നും മോചിപ്പിച്ച് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് അയച്ചു എന്ന ഒരു വിചിത്ര വാദമൊക്കെ അന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു. അതുകൂടാതെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രതി കൊലപ്പെടുത്തിയ മാതാവ് എവിടെയെന്നും അന്ന് ഈ പ്രതി വീട്ടിലെത്തിയപ്പോൾ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അന്ന് നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ വെച്ച് സാമ്പത്തിക തർക്കങ്ങൾ തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. മാസങ്ങൾ മുമ്പും ഈ പ്രതിയെ, ഈ മദ്യത്തിന് അടിമയായിട്ടുള്ള പ്രതിയെ ചികിത്സ നൽകിയിരുന്നു. ഒരാഴ്ച മുമ്പ് ഈ കൃത്യം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് പ്രതി വീട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും മദ്യപിച്ചതാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് ശേഷം മാത്രമേ